777. രാഘവ, എളുപ്പം നമുക്ക് വണ്ടി പരിശോധിക്കാം. രത്നങ്ങൾ കിട്ടിയാൽ ഞാനും നീയും കോടീശ്വരന്മാർ. ശബ്ദം കേൾക്കണ്ടല്ലോ, ലൈറ്റും കാണുന്നുണ്ട്. ആരും ഉണ്ട്. ഏതൊരു പെണ്ണ് ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പെണ്ണോ? എന്റെ ഗുരുവായൂരപ്പാ. ചതിക്കല്ലേ ചങ്ങാതി. വന്ന് ഊണ് കഴിക്കാൻ. എനിക്കിപ്പോ വേണ്ട ചേച്ചി. നേരെ ഒരുപാടായി. കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം. നാളെ എനിക്ക് പരീക്ഷയാ. നീ എല്ലാ പരീക്ഷയിലും ജയിക്കുമെന്ന് ചേച്ചിക്കറിയാം. നീ ഒരു നല്ല നിലയിലായി കാണണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ? നമുക്ക് ആരുമില്ലാതായി പോയില്ലേ? നമുക്ക് നാട്ടില് ആരുമില്ലേ ചേച്ചി? ഒരമ്മാവനും ചിറ്റപ്പനും ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവരെവിടെ വരുത്തിക്കൂടെ ചേച്ചി? അതെങ്ങനെയാ? ഞാൻ പോലും അവരെ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മയാകുന്നതിന് മുൻപേ അവര് നാട് വിട്ടു പോയെന്നാ അച്ഛൻ പറഞ്ഞത്. അമ്മാവിന്റെ പേര് കേശവനെന്നും ചിറ്റപ്പന്റെ പേര് അച്യുതനെന്നോ. എവിടെയാണെന്ന് ആർക്കറിയാം? ആ, എന്തിനാ മോളെ നമ്മളിപ്പോ അതൊക്കെ ആലോചിക്കുന്നത്? വാ മോളെ. ഞാൻ മാമയാ. വെരി ഗുഡ് ഐഡിയ. അമ്മാവൻ. ഐഡിയ. നീ കേശവൻ, ഞാൻ അച്യുതൻ. അല്ല, നീ കേശവൻ, നീ കേശവൻ. ഞാൻ കേശവൻ, നീ അച്യുതൻ. ദോഷം പറയരുതല്ലോ. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി. നീ കേശവൻ, ഞാൻ അച്യുതൻ. ഞാൻ കേശവൻ, നീ അച്യുതൻ. നീ കേശവൻ. മോളെ, മോളെ ബീനെ, മോളെ, ബീനെ മോളെ, ബീനെ മോളെ, 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 മോളെ ശാന്തേ. അയ്യോ ഒന്നു മോളെ. നിങ്ങൾ ആരാ? മോളെ, നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാനാ നിങ്ങളുടെ ചിറ്റപ്പൻ അച്യുതൻ. അതെ, ഞാനാണ് നിങ്ങളുടെ അമ്മാവൻ കേശവൻ. മോളെ ശാന്തേ. ശാന്തയല്ല, ഞാൻ എന്റെ മോളെ പേര് പോലും മറന്നുപോയി. മോളെ റാണി. മോളെ, ചെറുപ്പത്തിലെ ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ദ്രോഹികളാണ് ഞങ്ങൾ. മോളെ, മോളെ റാണി, അന്ന് നീ തൊട്ടിൽ കിടക്കുന്ന പ്രായമാ. ഞാൻ നിങ്ങളെ എന്തുമാത്രം താരാട്ട് പാടി ഉറക്കിയിട്ടുള്ളതാണെന്ന് അറിയാം. ഓമന തിങ്കൾ കിടാവോ. പാടല്ല, അവർ ഉറങ്ങിപ്പോകും. അമ്മാനും ചുറ്റപ്പനും ഇരുന്നാട്ടെ. ഇരിക്കാം മോളെ. കൊച്ചുമോളെ, ചേട്ടനെവിടെ? മോളെ റാണി ചേട്ടോ. അളിയോ, അളിയാ. ഈ അളിയൻ എങ്ങോട്ട് പോയി? അളിയനെ കാണാൻ എന്റെ കണ്ണുകൾ കൊതിക്കുന്നു. നീ എന്തിനാ കരയുന്നത്? അച്ഛൻ അച്ഛൻ ജയിലിലാണ് അമ്മാവ. ജയിലില്? അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നുവല്ലോ. അളിയന് ചെറുപ്പത്തിൽ ചില കോഴി മോഷണമൊക്കെ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്.
ഇനി അതുമല്ലോ വേണം. അച്ഛൻ മനസ്സറിയാതെ ഒരു കൊലക്കേസിൽ പ്രതിയായി. രാഘവ, രാമ, ശ്രീരാമചന്ദ്ര, രാഘവ, എനിക്കൊന്നും കേട്ടു നിൽക്കാനുള്ള ശക്തിയില്ല. എടാ അച്യുത, നമുക്ക് പോവാം കേശവ. പോണം. ആ പോണം. ചിറ്റപ്പനും അമ്മാവനും ഞങ്ങളെ ഇട്ടേച്ച് പോവാണോ? ചേട്ടൻ ജയിലിൽ കിടക്കുന്നു, ഞങ്ങളിവിടെ കഴിയണം ശരിയല്ല. കളയനില്ലാത്ത ഈ വീട്ടിൽ അരനിമിഷം പോലും കഴിഞ്ഞുകൂടാൻ എന്നെ കൊണ്ടാവില്ല. ചിറ്റപ്പ, അമ്മാവ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. മോളെ, എന്താ മോളെ? ഞങ്ങൾ ആരുമില്ലാത്ത പെൺപിള്ളേരാ. ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് ചിറ്റപ്പനും അമ്മാവനും ഈ വീട്ടിൽ താമസിക്കണം. താമസിക്കാം മോളെ. വേണോ അച്യുത? നമ്മളുടെ കുട്ടികളല്ലേ, നിർബന്ധിച്ച കേൾക്കാതിരിക്കാനോ? ശരിയാണ്. ഞങ്ങൾക്ക് നല്ല യാത്രക്ഷീണമുണ്ട്. ഇനി ഇവിടെ കിടന്നു ഉറങ്ങണം. ഓ കേശവ, നമുക്ക് പുറത്ത് പോയി കിടക്കാം. വാ. ഭക്ഷണം ഒന്നും വേണ്ട കുഞ്ഞ്, ഈ വീട് കണ്ടുപിടിച്ചപ്പോഴേ ഞങ്ങളുടെ വിശപ്പ് ദാഹം ഒക്കെ തീർന്നു. വാ. ഈ വണ്ടി മുഴുവൻ നോക്കിയിട്ടു ഒന്നും കണ്ടില്ല. ആർക്കെങ്കിലും കിട്ടിക്കാണും. വാ, വാ, വാ.